2021 ജൂലൈ മാസം മഹാരാഷ്ട്രയിൽ നിന്ന് പുറപ്പെട്ട ആ ഇനോവ കാർ കേരളത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ അതിലെ യാത്രക്കാരനായ പരേഷ് അശോക് ജോഷി എന്ന 10ാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: കേരളത്തിലെ ഏതെങ്കിലും ഒരു ബാങ്ക് കൊള്ളയടിക്കുക. ഗൂഗിൾ സെർച്ചിലൂടെ പാലക്കാട് ചന്ദ്രനഗറിലെ തിരക്കേറിയ നാഷണൽ ഹൈവേക്ക് സമീപമുള്ള മരുത റോഡ് റൂറൽ കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന ബാങ്ക് അവൻ തിരഞ്ഞെടുത്തു. ഒലവക്കോട് അധികം ശ്രദ്ധിക്കപ്പെടാത്ത ലോഡ്ജുകളിലും ഹോട്ടലുകളിലും കയറിയിറങ്ങി പരേഷ്. ഒടുവിൽ ബാങ്കിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ഒരു ലോഡ്ജിൽ തമ്പടിച്ച് തന്റെ നീക്കങ്ങൾ ആസൂത്രണം ചെയ്തു. ജൂലൈ 23 വെള്ളിയാഴ്ച ബാങ്ക് അടച്ച് ജീവനക്കാർ പോയതോടെ പരേഷ് തന്റെ കൃത്യത്തിന് തുടക്കമിട്ടു. ശനിയും ഞായറും അവധിയായതിനാൽ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന ധൈര്യം അവനുണ്ടായിരുന്നു. ബാങ്ക് കെട്ടിടത്തിന്റെ മുകളിലേക്കുള്ള സ്റ്റെയറിന് സമീപത്തെ ഗ്രിൽസ് തകർത്ത് ഷട്ടറിലെ ഫാബ്രിക്കേഷൻ ഗ്ലാസ് ഒരാൾക്ക് കടക്കാൻ പാകത്തിന് മുറിച്ചു മാറ്റി. ഒരു നിഴൽ പോലെ അവൻ അകത്ത് കടന്നു. എന്നാൽ സ്വർണം സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് ഡോർ തുറക്കാൻ അവൻ നടത്തിയ ശ്രമങ്ങൾ ആദ്യം പരാജയപ്പെട്ടു. തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്നു പരേഷ്. റിസ്ക് എടുത്ത് പുറത്തിറങ്ങി 500 മീറ്റർ അകലെ പാർക്ക് ചെയ്തിരിക്കുന്ന തന്റെ ഇനോവയിൽ പോയി ഡ്രില്ലർ എടുത്തുകൊണ്ടുവന്നു. രാത്രി 9 മണി മുതൽ വെളുപ്പിനെ 4:30 വരെ നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ആ ഇരുമ്പ് വാതിൽ കീഴടങ്ങി. 7.5 കിലോ സ്വർണവും 30,000 രൂപയുമായി CCTV കണക്ഷനുകൾ വിച്ഛേദിച്ച ശേഷം ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ അവൻ ഇരുളിലേക്ക് മറഞ്ഞു. തിങ്കളാഴ്ച ബാങ്ക് തുറന്ന ജീവനക്കാർ കണ്ടത് കാലിയായ ലോക്കറുകളായിരുന്നു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് എത്തി അരിച്ചുപെറുക്കെങ്കിലും വിരലടയാളം പോലുമില്ലാത്ത 2021 ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയായിരുന്നു അത്. മോഷ്ടാവ് തമിഴ്നാട് വഴി രക്ഷപ്പെട്ടു കാണുമെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ബുദ്ധിരാക്ഷസനായ പരേഷ് പോലീസിനെ വെട്ടിലാക്കാൻ ആദ്യം വണ്ടി ഓടിച്ചത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. പിന്നീട് തിരികെ വന്ന് തമിഴ്നാട് വഴി മഹാരാഷ്ട്രയിലേക്ക് കടന്നു. എന്നാൽ എത്ര സൂക്ഷ്മമായി കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഒടുവിൽ ഒരു തെളിവ് അവശേഷിക്കുമെന്നതുപോലെ ബാങ്കിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ ഒലവക്കോട് ലോഡ്ജിന് സമീപത്തെ CCTVയിൽ പതിഞ്ഞ ആ ഇനോവ കാർ കേസിൽ നിർണായകമായി. ആ ഇനോവ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് നാസിക്കിലാണ്. പരേഷ് ലോഡ്ജിൽ നൽകിയ ഫോൺ നമ്പറും ടോൾ പ്ലാസയിലെ വിവരങ്ങളും കോർത്തിണക്കി CIമാരായ രാജീവ്, മാത്യു, SIമാരായ ഷാഹുൽ, അനീഷ്, ജലീൽ, ഉവൈസുദ്ദീൻ, കൃഷ്ണദാസ്, രാജിത്, ദിലീപ്, കിഷോർ, സാജിദ് എന്നിവരടങ്ങിയ 21 അംഗ കേരള പോലീസ് സംഘം 2 പ്രൈവറ്റ് വാഹനങ്ങളിലായി മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു. പരേഷിന്റെ ഫോൺ അവസാനമായി സ്വിച്ച് ഓഫ് ആയത് സത്താരയിലാണെന്ന് കണ്ടെത്തിയ പോലീസ് അവിടെ ഒരു 4 സ്റ്റാർ ഹോട്ടലിന് മുന്നിൽ ആ ഇനോവ കണ്ടെത്തി. ഹോട്ടൽ റൂമിൽ പരേഷ് മാത്രമല്ല, മഹാരാഷ്ട്രയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനമുള്ളവരും സ്വർണ വ്യാപാരികളും ഒരു ഗുസ്തി ചാമ്പ്യനും അടക്കം 6 പേരുണ്ടായിരുന്നു. സമയം കളയാതെ വാതിലിൽ മുട്ടിയ പോലീസ് സംഘം വാതിൽ തുറന്നതും ബലപ്രയോഗത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തി പരേഷ് അശോക് ജോഷി എന്ന 45-കാരനെ അറസ്റ്റ് ചെയ്തു. ഇവനെ ചോദ്യം ചെയ്തപ്പോഴാണ് 22 വർഷം മുൻപ് കോഴിക്കോട് മുത്തൂറ്റ് ബാങ്കിൽ നിന്ന് 20 കിലോ സ്വർണം കവർന്നതും പിടികൊടുക്കാതെ മുങ്ങിയതും ഇതേ പരേഷാണെന്ന് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. മോഷ്ടിക്കുന്ന പണം പാവങ്ങൾക്ക് നൽകുന്ന സുഹൃത്തുക്കൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഫോണുകൾ സമ്മാനിക്കുന്ന ഒരു വിചിത്ര സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു. താൻ മോഷ്ടിച്ച സ്വർണം എവിടെയാണെന്ന് പറയാൻ പരേഷ് ആദ്യം തയ്യാറായില്ല. എന്നാൽ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ച പോലീസിന് ഇയാൾ കവർച്ച ആസൂത്രണം ചെയ്ത രീതികൾ മനസ്സിലായി. ഇയാളുടെ കുടുംബത്തെ തേടി പോലീസ് രത്നഗിരിയിലെത്തി. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കണ്ടതോടെ പരേഷ് മാനസികമായി തളർന്ന് സത്യം തുറന്നു പറഞ്ഞു. മോഷണം മുതൽ വാങ്ങിയ ഡോക്ടർ നീലേഷ്, രാഹുൽ എന്നിവരെ തേടി പോലീസ് ഇറങ്ങി. ഡോക്ടർ നീലേഷ് 2 കിലോ സ്വർണം കൈമാറി. ബാക്കി സ്വർണവുമായി മുങ്ങിയവരെ ഹൈദരാബാദിൽ നിന്ന് പിടികൂടി. സ്വർണം ഉരുക്കി മാറ്റുന്ന മിഷ്യനും സ്വർണം വിറ്റ കാശുകൊണ്ട് വാങ്ങിയ ഇനോവ ക്രിസ്റ്റയും മാരുതി സിയാസും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. കേവലം 13 ദിവസങ്ങൾക്കുള്ളിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാത്ത 22 വർഷമായി പോലീസിനെ വെട്ടിച്ചു നടന്ന ഒരു ഹൈടെക് കള്ളനെ 7.5 കിലോ സ്വർണവും വാഹനവും അടക്കം പിടികൂടി കേരള പോലീസ് ചരിത്രം കുറിച്ചു.